അസ്സലാമലൈക്കും. ഫാത്തിംതാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടൊരു വെള്ളപ്പാണ്. നമുക്ക് പുറത്തുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു വെള്ളപ്പാണ്. നമുക്ക് അരി വെള്ളത്തിലിടണ്ട, തേങ്ങ വേണ്ട, തേങ്ങയുടെ വെള്ളം വേണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. നമുക്ക് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിരിക്കുന്നിട്ട് നമുക്ക് എന്താ ഇപ്പം നാളെ കടി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ തീരുമാനിക്കാൻ പറ്റിയ സംഭവമാണിത്. അപ്പോൾ ഒരു വെള്ളപ്പാണ്, നല്ല സോഫ്റ്റാണ്. നമുക്ക് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വെള്ളപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 ഗ്ലാസ് പൊടിയാണ്. നമ്മൾ പത്തിരിക്ക് എടുക്കണ വറുത്ത പൊടി, നമ്മൾ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് 2 ഗ്ലാസ്. 1 ടീസ്പൂണ് ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര, പാകത്തിന് ഉപ്പ്, 1 ഗ്ലാസ് ചോറ്. നമ്മൾ ചോറ് ബാക്കിയായാലൊക്കെ അപ്പോൾ തന്നെ തീരുമാനിക്കാൻ പറ്റിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ. 2 ഗ്ലാസ് വെള്ളമാണ് ഇതിലേക്ക് വേണ്ടത്. ഇത് നമ്മളിനി മിക്സിയിൽ അടിച്ചെടുക്കണം. നമ്മൾ ആദ്യം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചോറ് ആദ്യം ഇട്ടിട്ട് അടിക്കാം. അപ്പോൾ ഇത് നമ്മൾ ചോറ് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുക ഇതിലേക്ക്. ഇനി നമ്മൾ ആ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം കൂടി നമ്മളിതിൽ ഒഴിക്കാണ്ട് അതൊഴിച്ചിട്ടുണ്ട്. ഈ പഞ്ചസാര 1 ടീസ്പൂൺ എടുത്ത് വെച്ചതിട്ടുണ്ട്. ഈസ്റ്റും നമ്മളെടുത്ത് വെച്ച് 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ടുണ്ട്. ഉപ്പ് നമ്മൾ പാകത്തിനിടാം. അപ്പോൾ പിന്നെ നോക്കിയിട്ട് നമുക്ക് കുറവുണ്ടെങ്കിൽ ഇടാം കേട്ടോ. എന്നിട്ട് വീണ്ടും അത് ഒന്നുകൂടി അടിച്ചെടുക്കുക, നന്നായി ചേരാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ അടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കട്ടി ഉണ്ടായാൽ നന്നായി പൊന്തി കിട്ടും. ഈ കട്ടി ഉണ്ടായിക്കോട്ടെ. ഇത് വെച്ചിട്ട് കാലത്തിപ്പോൾ നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ ഇപ്പോൾ ഒരു 10 മണിക്ക് കട്ടി വെച്ചാലും കുഴപ്പമില്ല. കാലത്ത് 7 മണിക്ക് ഉണ്ടാക്കാം. പിന്നെ അപ്പോഴേക്ക് നന്നായി പൊന്തിയിട്ടുണ്ടാവും. നല്ല പൂ പോലുള്ള വെള്ളപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിത് കാലത്ത് നോക്കാം. നമ്മളിപ്പോൾ നന്നായി പൊന്തിണ്ടായിരുന്നു. നമ്മൾ പൊക്കി നോക്കിയപ്പോൾ താഴ്ന്നു പോയതാണ്. നന്നായി പൊന്തിണ്ടായിരുന്നു. ഇനി നമ്മളിത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മുടെ വെള്ളപ്പം ഒഴിക്കുകയാണ്. ഇനി ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നമ്മളെ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായ വെള്ളപ്പാണ്, കണ്ടില്ലേ. നല്ലോണം കുഴി ഇതൊക്കെ ആയിട്ട് നല്ല പോലെ പൊന്തിയിട്ടുണ്ടായിരുന്നു. മാവ് എളുപ്പമാണ് ഉണ്ടാക്കാൻ. നമ്മൾ പുറത്തുള്ളവർക്ക്, വിദേശത്തുള്ളവർക്കൊക്കെ നമുക്ക് വൈകുന്നേരം വേഗം വന്നിട്ട് ഇത് അടിച്ചു വെച്ചാൽ കാലത്ത് വേഗം വന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മൾ നല്ല സ്വാദിഷ്ടമായ വെള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മുട്ടക്കറി കൂട്ടിയിട്ട് കഴിക്കാം. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.